everyone, welcome to Disha Academy. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അവയർനെസ് വീഡിയോ ആണ്, ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. SSC MTS വേഴ്സസ് SSC GD എന്നുള്ളൊരു ടൈറ്റിലോടെയാണ് നമ്മൾ ഇന്നത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം കാണും, SSCയുടെ കലണ്ടർ വന്ന് നിൽക്കുകയാണ്, പുതിയ സ്റ്റുഡൻസ് കാണും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ ഒരുപാട് എക്സാംസുകളുണ്ട്, SSC MTS, GD, CGL, CHSL. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സാംസുകളാണ് ആദ്യമായിട്ട് നിൽക്കുന്ന സിംഗിൾ ലെവൽ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരൊറ്റ ടയർ എക്സാമിനേഷൻ, അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ SSC MTSും SSC GD പോലെയുള്ള എക്സാം. മാത്രമല്ല 10ാം ക്ലാസ് യോഗ്യതയാണ്. അപ്പോൾ ആ ഒരു എക്സാമിന്റെ നിലവാരം എന്തായിരിക്കും, ആ ഒരു 10ാം ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള സിലബസ് പാറ്റേൺ ആയിരിക്കും അതിലും വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യേണ്ടത്, ഇനി രണ്ടും ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കണോ, എങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചറിങ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ SSC MTS വേഴ്സസ് SSC GDയുടെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വരുന്നത് തന്നെയാണ് ചൂസ് യുവർ ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ്? ഒരു ജോലി കിട്ടിയാൽ മതിയെങ്കിൽ ഏത് എക്സാം വേണമെങ്കിലും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം. പക്ഷേ ഇന്ന ജോലി തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ടല്ലേ. ഒന്ന് യൂണിഫോം പോസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് ആയിരിക്കണം, അതായത് ഔട്ട്ഡോർ വർക്ക് ആയിരിക്കണം എനിക്ക് എന്ത് ചെയ്യേണ്ടത്, ചെയ്യാൻ താല്പര്യം. എനിക്ക് ഒരിടത്ത് തന്നെ ഇരുന്ന് ഇൻഡോർ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ടല്ലേ. ഫസ്റ്റ് ആയിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് കുറേ പോയിന്റ്സ് ഉണ്ട്, നമ്മുടെ തന്നെ വ്യൂ പോയിന്റ്സുകൾ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് നമ്മളൊരു ജോലി, കാരണം ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് നമ്മുടെ ഒരു സെറ്റിൽമെന്റ് തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈസായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. അല്ല ഏതെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ളൊരു കാര്യമല്ല. നമുക്ക് പിന്നെ അറ്റ് ദ എൻഡ് പോയിന്റ്, അതായത് ഒരു 5-6 വർഷം നമ്മൾ പഠിച്ചിട്ടും ഒന്നും ആവാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റിൽ എത്തേണ്ടത്. ഏതെങ്കിലും ഒരു ജോലി കിട്ടി എനിക്കൊന്ന് സെറ്റിലായാൽ മതിയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ ആദ്യമായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്ന ഒരാളാണെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മാത്രം ഏത് ഫോക്കസ് ചെയ്യണം എന്ന് ചിന്തിച്ച് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ മുന്നോട്ട് പോകണം. ആ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ചൂസ് യുവർ ഇൻട്രസ്റ്റ് വൈസ്ലി എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ SSC GD ആണെങ്കിൽ എന്താണ്, അതൊരു ഫീൽഡ് വർക്കാണ് അല്ലേ. പിന്നെ യൂണിഫോം പോസ്റ്റുകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ എന്താണ് ഈ ഒരു ജോലി ഏറ്റവും നല്ലതാണെന്ന് പറയാം. കാരണം ഈ ഒരു 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന നല്ലൊരു ജോലിയാണ്. പാരാമിലിറ്ററി ഫോഴ്സ് ആണ്, ആംഡ് ഫോഴ്സസ് ആണ്. അതിന് വേണ്ടതായിട്ടുള്ള സാലറി, അലവൻസും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ജോലി എന്ന് പറയാം. പക്ഷെ അതിന് അതിൻ്റെതായ എന്തുണ്ട്, കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. റിസ്ക് ഫാക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വേണം അതിലേക്ക് ഇറങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ ഫീൽഡ് വർക്കാണ്, യൂണിഫോം ജോബാണ് ഇഷ്ടപ്പെടുന്നത്, ഓർ എന്താണ് ഓഫീസ് വർക്കാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതായത് ക്ലറിക്കൽ പോസ്റ്റ് വർക്കാണോ ഇഷ്ടം, അതോ ലോ റിസ്ക് ജോബുകളാണോ നിങ്ങൾക്ക് ഇഷ്ടം. കാരണം എനിക്ക് വെയിലത്തൊന്നും നിന്ന് ജോലി ചെയ്യേണ്ട, എനിക്ക് ഒരുപാട് ട്രെയിനിങ് ഒന്നും ചെയ്യാൻ വയ്യ, ഞാൻ ഒരിടത്ത് സമാധാനമായിട്ട് ഇരുന്ന് ചെയ്യണം, എനിക്ക് വീട്ടിലൊക്കെ വന്ന് പോയി നിൽക്കുന്ന ഒരു ജോലിയാണ് വേണ്ടതെന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്തായിരിക്കും, SSC MTS പോലെയുള്ള ഒരു ജോലിയായിരിക്കും. കാരണം ഇതാണ് നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തുടങ്ങി വേണം നമ്മൾ വലിയ വലിയ ജോലികളിൽ എത്തേണ്ടതെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഫസ്റ്റ് നിങ്ങൾ ആ ഒരു കാറ്റഗറൈസേഷൻ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ചെയ്ത് വച്ചേക്കുക. ഇതിൻ്റെ ഡിഫറൻസും സിമിലാരിറ്റീസും ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ SSC MTS 2025ൻ്റെയും SSC GD കോൺസ്റ്റബിളിൻ്റെയും എക്സാം ഡേറ്റ് എന്നാണെന്ന് നമുക്ക് നോക്കാം. എക്സാം ഡേറ്റും നോട്ടിഫിക്കേഷൻ വരുന്നതൊക്കെ എപ്പോഴാണെന്ന് നോക്കാം. SSC MTS ആണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ MTS പഠിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, GDയും ഒരുപോലെ നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ടിനും എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണമെന്നാണ് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് രണ്ടും നോക്കാം. രണ്ടും ഒരേ സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് അവിടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ SSC MTS ആണ് നോക്കുന്നതെങ്കിൽ എന്താണ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് വരുന്നത് എന്നാണ്, ജൂൺ 26, 2025 ജൂൺ 26, 2025 സമയത്തിലാണ്, ജൂണിലാണ് എന്ത് വരുന്നത്, നോട്ടിഫിക്കേഷൻ വരുന്നത്. അതേസമയം SSC GD കോൺസ്റ്റബിൾ എടുത്താൽ നിങ്ങൾക്ക് വരുന്നത് നവംബറിലാണ്. ഇതിൻ്റെയൊക്കെ എക്സാം കഴിഞ്ഞതിന് ശേഷം, SSC MTSന്റെ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് GD വരുന്നത്. അപ്പോൾ ഇപ്പോൾ MTS എഴുതി നിങ്ങൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് SSC GD കോൺസ്റ്റബിൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ അതിന് ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എല്ലാം നോക്കിയിട്ട് വേണം നമ്മളെല്ലാം ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്ത എക്സാം ഡേറ്റ് വരെയാണെങ്കിൽ SSC MTSന് വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ്. സെപ്റ്റംബർ ഒക്ടോബർ ആണ് ഇവിടെ എക്സാം ഡേറ്റ് എന്നാണ് വരുന്നത്. കാരണം ഒരു GD ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഈ GD എക്സാം എപ്പോഴായിരിക്കും വരുന്നത്, അടുത്ത വർഷത്തേക്കായിരിക്കും വരുന്നത്, മാർച്ച് ഏപ്രിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടൈം ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. SSC MTSനാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം എന്നുള്ളൊരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ.
അതിന്റെ എക്സാം ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ 24-25 ടൈം, ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നടക്കും കേട്ടോ. അത് ശ്രദ്ധിച്ചോണം നിങ്ങൾ. ഇനി അടുത്തതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട എന്താണ് സിമിലാരിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. സിമിലാരിറ്റി എന്താണ്? രണ്ടും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കീഴിൽ വരുന്ന ജോലി തന്നെയാണ്. പോസ്റ്റ് എന്താണ്? നമ്മുടെ MTS പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ്, ക്ലറിക്കൽ ആയിട്ടുള്ള പോസ്റ്റാണ്. അതിന്റെ ഏറ്റവും മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്നാണ് നമ്മൾ പറയുന്നത് MTS എന്ന് പറയുന്നത്. MTS തന്നെ എന്തുകൊണ്ട്? ഹവൽദാർ പോസ്റ്റും ഉണ്ട്. ഹവൽദാർ പോസ്റ്റ്, ഈ ഹവൽദാർ പോസ്റ്റ് MTS എന്ന് പറഞ്ഞാൽ പിയൂൺ പോസ്റ്റ് പോലെയാണ്. ഹവൽദാർ എന്ന് പറഞ്ഞാൽ വാച്ച്മാൻ ഡ്യൂട്ടി പോലത്തെ സംഭവമാണ് വരുന്നത്. സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റ് ആണ് വരുന്നത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സിൽ തന്നെയാണ് വരുന്നത്. അതായത് കസ്റ്റംസ്, ഇൻകം ടാക്സ്. അപ്പോൾ നമുക്ക് ജോലി പറയാനാണെങ്കിൽ നമ്മൾ എന്താ, ഇൻകം ടാക്സിൽ വർക്ക് ചെയ്യുന്നു, കസ്റ്റംസിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ CBI-ലാണ്, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയാം. അങ്ങനെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഏറ്റവും നല്ല സ്റ്റാറ്റസ് ഉള്ള ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? MTS വഴി നിങ്ങൾക്ക് കയറാൻ പറ്റുന്നത്. പിന്നെ MTSന്റെ കരിയർ ഗ്രോത്ത് ഒക്കെ പിന്നെ വരുന്നുണ്ട്. അതായത് MTSൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ LDC ആയിട്ട്, ലോവർ ഡിവിഷൻ ക്ലർക്കായിട്ട് മാറുന്നു, പിന്നെ UDC അപ്പർ ഡിവിഷൻ ക്ലർക്കായിട്ട് മാറുന്നു. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കരിയർ ഗ്രോത്ത് വരുന്നത്. പക്ഷെ അതിനൊരു ടൈം എടുക്കും കേട്ടോ. പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, ടൈം എടുക്കും. അതുകൊണ്ട് MTS ഇപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ബേസിക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കയറി പോകാം. കാരണം ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ്, നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ് കേട്ടോ. നോൺ ഗസറ്റഡ് ആയിട്ടുള്ള മിനിസ്റ്റീരിയൽ പോസ്റ്റ്, പക്ഷേ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റ്സിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. അതേസമയം കോൺസ്റ്റബിൾ ആണെങ്കിലോ, നമ്മുടെ ഈ പറയുന്ന പോലെ GDയുടെ കോൺസ്റ്റബിൾ, GD എന്ന് പറഞ്ഞാൽ ജനറൽ ഡ്യൂട്ടിയാണ്. പാരാമിലിറ്ററി ഫോഴ്സസിലേക്കാണ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ആസാം റൈഫിൾസ് അറിയാം, SSB അറിയാം, SSF അറിയാം, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അറിയാം, നമ്മുടെ നേപ്പാളിൻ്റെ ഒക്കെ ബോർഡർ നിൽക്കുന്ന SSBയെ അറിയാം, സെക്യൂരിറ്റി ഫോഴ്സുകളെ അറിയാം, CISF, CRPF എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് എന്ത് കേട്ടിട്ടുണ്ട്? ഈ പറയുന്ന യൂണിഫോം ജോലികൾ കേട്ടിട്ടുണ്ട് അല്ലേ? പാരാമിലിറ്ററി ഫോഴ്സ് എന്ന് പറയാം. ആംഡ് ഫോഴ്സസിന് തുല്യമായിട്ടുള്ള പദവിയായിട്ടാണ് ഇവർക്കും പറയുന്നത്. അപ്പോൾ ആ CAPFs അതെന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, എൻ്റർ ആവാൻ പറ്റുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എലിജിബിലിറ്റി വരുന്ന രണ്ടിനും എന്താണ്? 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കാവുള്ള എന്താണ്? ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് നമ്മുടെ SSC MTS ആണെങ്കിൽ നിങ്ങൾക്ക് 18 to 27 ആണ് പറയുന്നത്. അതിൽ 18 to 25 എന്തിനാണ്? MTS ജോലികൾക്കാണ്, മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ജോലികൾക്കാണ്. അതേസമയം 18 to 27 ആർക്കാണ്? ഹവൽദാർ പോസ്റ്റിനാണ്. എന്തിനാണ്? ഹവൽദാർ പോസ്റ്റിന്. അപ്പോൾ രണ്ടിനും രണ്ട് ഏജ് ലിമിറ്റ് ആണ് പറയുന്നത്. അതുപോലെ കട്ട് ഓഫ് ഒക്കെ വരുന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് താല്പര്യം എന്താണ്? ഗേൾസിനൊക്കെ ആണെങ്കിൽ MTS തന്നെ എന്ത് ചെയ്യണം, ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഹവൽദാർ കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഹവൽദാറിനെ പോകാൻ പറ്റുള്ളൂ. അത് സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചു വെക്കണം. എപ്പോഴും MTSന് കുറച്ച് കട്ട് ഓഫ് കൂടിയായിരിക്കും വരുന്നത്. അതൊക്കെ നിങ്ങൾ ആദ്യമേ അങ്ങ് ശ്രദ്ധിച്ചോണം. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ എന്തുണ്ട്? ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം SC STക്ക് ആണെങ്കിൽ 5 വർഷം പ്ലസ് ചെയ്യും, 5 വർഷം കൂടെ ഉണ്ട്. OBCക്ക് ആണെങ്കിൽ +3 ഇയേഴ്സും ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമ്മുടെ GD ആണെങ്കിൽ എത്ര വയസ്സ് വരെ ഉള്ളൂ? കാരണം കുഞ്ഞു കുട്ടികളെയാണ് എടുക്കുന്നത്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന 18 വയസ്സ് തികഞ്ഞവരെയാണ് എടുക്കുന്നത്. 18 to 23 ഇയേഴ്സ് ആണ്. അതിലും ഒന്നുണ്ട്, SC STക്ക് 5 വർഷത്തിന്റെ റിലാക്സേഷനും, അതായത് 23+5 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBCക്ക് ആണെങ്കിൽ എത്രയാണ്? ഒരു 3 വയസ്സിൻ്റെയും കൂടെ, അതായത് 23+3 26 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ആ ഒരു കാറ്റഗറൈസേഷൻ ആണ് വരുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാർക്കും കൂടെ അധികം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ കുഞ്ഞ് കാറ്റഗറിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അത് സെലക്ഷൻ പ്രോസസ്സ് വരുന്നതും രണ്ടിനും എന്താണ്? സെയിം പ്രോസസ്സിംഗ് ആണ്. അതായത് ഒറ്റ ടയർ എക്സാമിനേഷൻ. അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ബാക്കി നമ്മളിപ്പോൾ CHSL, CGL അങ്ങനെയുള്ള എന്ത് പോസ്റ്റുകൾ എടുത്ത് നോക്കിയാലും രണ്ട് എക്സാം. നമ്മളൊരു പ്രിലിംസ് ക്വാളിഫൈ ആവണം, പിന്നെ ഒരു മെയിൻസ് ക്വാളിഫൈ ആവണം. ആദ്യമായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് അത് എന്താണ്, കുറച്ച് ടഫ് ആയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ആദ്യത്തെ ഒരു ബേസിക് സ്റ്റെപ്പ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി, സിലബസ് കവർ ചെയ്ത് റിവിഷൻ ചെയ്ത് ആ ഒരു ടെസ്റ്റിന്റെ പാറ്റേൺ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയ വിത്തിൻ 2 ഇയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ വിത്തിൻ 1 ഇയർ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ MTS. എല്ലാം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു പവർ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജോലി പെട്ടെന്ന് കിട്ടുക എന്നുള്ളത്. നമ്മുടെ അത്രത്തോളം ഹാർഡ് വർക്കും പേഷ്യൻസും ഉപയോഗിച്ച് നമ്മൾ അതിന് വേണ്ടിയായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് ഒരു വർഷത്തിൽ നമുക്ക് നേടിയെടുക്കാം. പക്ഷേ ഒരു ലിമിറ്റഡ് ടൈം എന്ന് പറയുന്നത് പ്രിലിംസ് മെയിൻസ് ഒക്കെ ക്വാളിഫൈ ചെയ്യുമ്പോൾ ഒരു അത്യാവശ്യം നമ്മളൊരു 2 ഇയേഴ്സ് എങ്കിലും അതിന് വേണ്ടിയിട്ട് എനഫായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ SSC MTS GD ഒക്കെ ഒറ്റ ടയർ ആയതുകൊണ്ട് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആ ഒരു കൃത്യമായ ഒരു നോളജാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് CBT + ഫിസിക്കൽ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. അതായത് ഫിസിക്കലാണ്.
ശരിക്കും രണ്ടിനും ഫിസിക്കൽ ഉണ്ട്. പക്ഷേ നമ്മുടെ MTSന്റെ ഫിസിക്കൽ എന്ന് പറയുന്നത് നോർമൽ ഹവൽദാർ പോസ്റ്റിന് മാത്രമാണ് ഫിസിക്കൽ വരുന്നത്. ഹവൽദാർ MTSന് ഫിസിക്കൽ ഇല്ല. കാരണം ഇരുന്ന് ചെയ്യുന്ന ജോലിയില്ല, എന്ത് ഫിസിക്കൽ. ഹവൽദാറിനാകുമ്പോൾ സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റ് ആയിട്ട് ആരെങ്കിലും വന്നാൽ ഇടിച്ചിടാനെങ്കിലുള്ള ഒരു ആരോഗ്യം ഉണ്ടെന്ന് മനസ്സിലാക്കണ്ടേ. അതുകൊണ്ടാണ് ഫിസിക്കൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനെന്താണ്, നോർമൽ വാക്കിംഗ് ആണ്. എന്താണ്, വാക്കിംഗ് ആണ് വരുന്നത് കേട്ടോ. വാക്കിംഗ്, നടക്കുക, ഇത്ര കിലോമീറ്റർ ഇത്ര മിനിറ്റിനുള്ളിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഈസി ടാസ്ക് ആണ്. പറ്റും, എല്ലാവരെ കൊണ്ടും പറ്റും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പക്ഷേ അതേസമയം GD ആകുമ്പോൾ ജനറൽ ഡ്യൂട്ടി ആണ്, പാരാമിലിറ്ററി ഫോഴ്സ് ആണ്, പട്ടാളക്കാരാണ് അല്ലേ. അപ്പോൾ അതിൻ്റെതായ എഫേർട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫിസിക്കൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിക്കോളാം. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ ഒക്കെ ഓടേണ്ടി വരും ബോയ്സിന്, 24 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്ത് തുടങ്ങണം. അങ്ങനെ എടുക്കേണ്ട ഒരു സമയമാണ് GDക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫിസിക്കലും നമ്മുടെ റിട്ടൺ ടെസ്റ്റ് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിനെന്ന് പറയുന്നത്, നമ്മുടെ GDക്ക് എന്ന് പറയുന്നത്, അത് ശ്രദ്ധിക്കണം. പിന്നെ എക്സാം മോഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റിൽ ഇപ്പോൾ എന്താണ്, ഫിസിക്കൽ ടെസ്റ്റ് ഹവൽദാറിന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, MTSനില്ല, ഹവൽദാറിന് മാത്രം. അതേസമയം GDക്ക് എല്ലാവർക്കും ഫിസിക്കൽ ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഫിസിക്കൽ ഉണ്ട്. എല്ലാവരും ഫിസിക്കൽ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള മെഡിക്കൽ ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മെഡിക്കലും എന്താണ്, അത്രയും ക്രൂഷ്യലാണ്. അതേസമയം ഹവൽദാറിൽ അതൊന്നും വലിയ സീനല്ല. നമുക്ക് GD എടുക്കുമ്പോൾ അത് വലിയൊരു ക്രൂഷ്യൽ ജോലി ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും ടെസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ ആ ജോലിയിലേക്ക് എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. ജോബ് പ്രൊഫൈൽ എന്താണ്, ഈ പറയുന്ന പോലെ പിയൂൺ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ക്ലറിക്കൽ ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആണ്. പിയൂണ്, ക്ലീനർ, അതുപോലെ അങ്ങനത്തെ ഫയൽ മാനേജിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിന് വരുന്നത്, MTSലേക്ക് വരുന്നത്. അതേസമയം നമ്മുടെ GD ആണെങ്കിൽ എന്താണ്, ഫീൽഡ് ഡ്യൂട്ടിയാണ്. എവിടെയാണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്നത്, അതായത് ഇപ്പോൾ ബോർഡറിലാണെങ്കിൽ ബോർഡറിൽ നിൽക്കേണ്ടി വരും, എയർപോർട്ടിലാണെങ്കിൽ എയർപോർട്ടിൽ നിൽക്കേണ്ടി വരും, എന്തെങ്കിലും ഇൻഡസ്ട്രി ബേസ് ചെയ്തായിരിക്കുമെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കേണ്ടി വരും, CRPF ആണെങ്കിൽ ക്യാമ്പുകളിൽ നിൽക്കേണ്ടി വരും. അങ്ങനെ എവിടെയാണോ നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ വർക്കിംഗ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പെട്രോളിംഗ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും അതിൽ വരുന്നത്. ഇനി അടുത്ത പോസ്റ്റിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസസിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരുന്നത്. MTSന്റെ കാര്യമാണ് കേട്ടോ, MTSന്റെ കാര്യമാണ് പറയുന്നത്. ഗവൺമെൻറ് ഓഫീസസിലായിരിക്കും കിട്ടുന്നത്. അത് കഴിഞ്ഞ് GD നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ CAPFs അതർ നമ്മുടെ ഫോഴ്സസിൻ്റെ ഏതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കും കിട്ടുന്നത്. ഫോഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള എവിടെയാണെങ്കിലും അവിടെ ആയിരിക്കും കിട്ടുന്നത്. പേ സ്കെയിൽ നോക്കുക. പേ സ്കെയിൽ ഇവിടുത്തെ റിസ്ക് ഫാക്ടർ ആർക്കാ കൂടുതൽ, നമ്മുടെ GDക്കാർക്കല്ലേ. GDക്കാർക്ക് ആയതുകൊണ്ടാണ് പേ ലെവൽ 3 ആണ് വരുന്നത്. 3 കമ്മീഷനാണ്. അതായത് 21,000 നിന്ന് തുടങ്ങി 69,000 വരെ കിട്ടുന്ന സാലറി പാക്കേജ്. അതായത് 50,000 കൂടുതൽ എന്തായാലും സാലറി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. രണ്ടിനും 50,000 പുറത്ത് സാലറി ഉണ്ട്. പക്ഷെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ പറയുന്നത് ഇവിടെ എന്താണ്, പേ ലെവൽ 1 ആണ്, 18,000 rupees ആണ് പറയുന്നത്. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി ആയതുകൊണ്ട് അതിൻ്റെതായ അലവൻസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാലറി ഉറപ്പായിട്ടും 50,000 അടുപ്പിച്ച് സാലറി ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അത് ശ്രദ്ധിക്കുക. എന്തായാലും 50,000 അടുപ്പിച്ച് നിങ്ങൾക്ക് എന്തുണ്ട്, സാലറി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതും 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിലാണ്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. വർക്ക് നേച്ചർ എന്താണ്, ഇൻഡോർ അല്ലെങ്കിൽ ഡെസ്ക് സപ്പോർട്ട് വർക്കാണ് ഏതിന് വരുന്നത്, MTSന് വരുന്നത്. അതേസമയം GDക്ക് ഔട്ട്ഡോറും ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ജോലി, കുറേ നേരം നിൽക്കേണ്ടി വരും, കുറേ നേരം ചിലപ്പം തണുപ്പിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും, ചൂടുകാലത്ത് വർക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് എപ്പോഴും ഔട്ട്ഡോർ വർക്ക് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ഇനി അടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത് MTSൽ വളരെ സ്ലോവർ പേസിലാണ് പോകുന്നത്. അത് ശ്രദ്ധിക്കുക, സ്ലോവർ പ്രൊമോഷനാണ്. അതേസമയം GDയിലാകുമ്പോൾ കുറച്ച് ബെറ്റർ പ്രൊമോഷണൽ വാല്യൂസ് ഉണ്ടെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. യൂണിഫോമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എക്സ്പെക്ട് ഹവൽദാറിന് മാത്രമാണ് ഏതെങ്കിലും ഒരു യൂണിഫോം കൊടുക്കുന്നത്. MTSന് എന്താണ്, നോർമൽ ആയിട്ടുള്ള ഡ്രസ്സാണ് വരുന്നത്. അതേസമയം നമ്മുടെ ജനറൽ ഈ ഒരു GDക്ക് എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും, അതായത് CISF, CRPF, BSF ഇങ്ങനെ പറയുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും സെപ്പറേറ്റ് യൂണിഫോം ആണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ജോബ് സെക്യൂരിറ്റി ഹൈ ആണ്. അതിപ്പോൾ രണ്ടിലും എന്താണ്, സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്, ജോബ് സെക്യൂരിറ്റി ഉണ്ടോ എന്ന് ചോദിക്കേണ്ടത് ആവശ്യം പോലും ഇല്ല. അത്രത്തോളം സേഫ് ആൻഡ് സെക്യൂർ ആണ് നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ. എക്സാം ഫ്രീക്വൻസി once a year ആണ് നടത്തുന്നത്. ഇതും once a year ആയിരുന്നു, ഇത്തവണയാണ് 2 തവണയായിട്ട് നടത്തുന്നത്. പക്ഷെ എന്താണ്, ഇതിന്റെ എക്സാം വരുന്നത് അടുത്ത വർഷമാണല്ലോ, അതപ്പോൾ അടുത്ത വർഷമായിട്ട് തന്നെയായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കോമൺ എന്താണ് സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, പഠിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നന്നായിട്ട് പഠിക്കുക. SSC MTSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ MTS ഫോക്കസ് ചെയ്യുക, GDക്ക് ആണെങ്കിൽ GDക്ക് സെപ്പറേറ്റ് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാരണം നമ്മളൊരു ടൈം കൊടുക്കണം. ഒരു 6 months കൂടുതൽ എടുത്ത് നമ്മൾ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അത്
നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുവോ അത്രയും മുന്നേ തന്നെ നമുക്ക് ജോലി കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ MTS, GD അതുപോലെ തന്നെ ALP കോഴ്സസിൻ്റെയൊക്കെ ക്ലാസ്സസ് നമ്മുടെ ഓൺലൈൻ ആപ്പിൽ അവൈലബിൾ ആണ്, ദിശ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴേ വാങ്ങി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും മുന്നേ, അതിപ്പോൾ MTS എന്താണ് നവംബറിലാണ് എക്സാം വരുന്നത്, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് മുന്നേ തന്നെ പോർഷൻസ് കവർ ചെയ്ത് പഠിച്ച് തീർക്കാനായിട്ട് പറ്റും, നിങ്ങളുടെ ഭാഗത്തും കൂടെ ആ ഒരു എഫേർട്ട് ഇടുന്നെങ്കിൽ. അപ്പം നമ്മളായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നടത്തുന്നുണ്ട്. അതായത് MTSന്റെ കോഴ്സ് നമ്മൾ നേരത്തെ തന്നെ ലോഞ്ച് ചെയ്തതാണ്, GDയും അതുപോലെ തന്നെ ALPയും അതുപോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും നന്നായിട്ട് തോന്നുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് MTSന്റെയും GDയും പറ്റിയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ SSC ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാം കൂടെ പഠിക്കണമെന്നാണെങ്കിൽ SSC ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. ഏതാണോ നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്ക് എന്തായാലും ഒരു ജോലിയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100% ഷുവർട്ടിയോടെ തന്നെ നമ്മുടെ എന്ത് ചെയ്യാം, ദിശ ലേണിംഗ് ആപ്പിലെ ക്ലാസ്സസ് എടുത്ത് പഠിക്കാവുന്നതാണ്. എല്ലാ ക്ലാസ്സസിനും ബേസിക് തൊട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ക്ലാസ്സസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മെൻറ്ററിങ് സെഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളുക. അപ്പോൾ നമുക്ക് വരുന്നത് SSC MTSന് എന്താണ് ഒരു സ്പെഷ്യൽ എക്സാം പാറ്റേൺ ആണ്. അപ്പോൾ ഇതിന് രണ്ടും വരുന്ന ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സാം പാറ്റേണിലുള്ള ഡിഫറൻസ് ആണ്. MTS ഒരു പ്രത്യേക രീതിയിലാണ്, എല്ലാ എക്സാമുകളെയും വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സെഷൻസ് ആയിട്ടാണ് എക്സാം വരുന്നത്. സെഷൻ 1ഉം സെഷൻ 2ഉം ആയിട്ടാണ്. ഈ സെഷൻ 1 എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫയിങ് ആണ്. എന്താണ്? ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. ഇതിലെന്താണ് ഈ പറയുന്ന പോലെ 120 മാർക്കാണ് വരുന്നത്. 120 മാർക്കാണ് വരുന്നത്. 40 ക്വസ്റ്റ്യൻസ് 3 മാർക്ക് വെച്ചിട്ടാണ്. എത്രയാണ്? 3 മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. 3 മാർക്ക്. ഇവിടെ എന്താണ്? ക്വാളിഫയിങ്ങും ആണ്, നോ നെഗറ്റീവ് മാർക്സും ആണ്. എന്താണ്? നോ നെഗറ്റീവ്. ഇവിടെ നമുക്ക് എങ്ങനെയും ജയിച്ചാൽ മതി, എങ്ങനെയെങ്കിലും നമ്മൾ കറക്കി കുത്തിയാലും നമ്മൾ എന്ത് ചെയ്താൽ മതി, ജയിച്ചാൽ മതി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് മാത്സും ഉണ്ട്, റീസണിങ്, മാത്സും റീസണിങ്ങും അതിൽ ഇത്രയും മാർക്ക്, അതായത് ഒരു 40ഓളം അല്ലെങ്കിൽ നിങ്ങളൊരു 60 എന്ന് പറയുന്ന ഒരു കണക്കിൽ എന്ത് ചെയ്താൽ മതി, പഠിച്ച് മാർക്ക് മേടിച്ചാൽ മതി. കാരണം അതിനേക്കാളും കുറവായിട്ടാണ് എന്ത് വരുന്നത്, അതിൻ്റെ സ്കോറിങ് വരുന്നത്, ക്വാളിഫയിങ് നേച്ചർ വരുന്നത്. പക്ഷെ നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു 60 മാർക്കോളം നമ്മൾ പഠിച്ച് മാർക്ക് വാങ്ങിക്കാം. പഠിച്ചില്ലെങ്കിലും എന്താണ്, നിങ്ങൾക്ക് റീസണിങ് ഒക്കെ കണ്ണുടച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ എന്ത് ചെയ്യുക, കാണുക. നമ്മളിപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട എന്തിനെയാണ്, സെഷൻ 2നെയാണ്. കാരണം ഇതിനെന്തുണ്ട്, നെഗറ്റീവ് ഉണ്ട്. മാർക്ക് എടുക്കുന്നത് ഏതിൽ നിന്നാണ്, ഈ ഒരു സെഷനിൽ നിന്നാണ്. മാർക്ക് എടുക്കുന്നത് കംപ്ലീറ്റ്ലി ഏത് സെഷനിൽ നിന്നാണ്, ഇതിൽ നിന്നാണ്. ഇതിന് എത്ര മാർക്കുണ്ട്, 150 മാർക്കാണ്. 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇവിടെ 3 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ 1 മാർക്കാണ് എന്തെന്ന് പറയുന്നത്, നെഗറ്റീവ് എന്ന് പറയുന്നത്. 1 മാർക്കാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ GKയും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. 25 ക്വസ്റ്റ്യൻ വീതം 50 ക്വസ്റ്റ്യൻസ് ആണ് ഏതിൽ നിന്ന് വരുന്നത്, GK ആൻഡ് ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 150 ഏകദേശം 100ൽ കൂടുതൽ മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്താണോ നീഡ് എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. മാത്സും റീസണിങ് നമ്മൾ ലാസ്റ്റത്തേക്ക് ഇട്ട് വെച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്, നിങ്ങളുടെ GKയിലും ഇംഗ്ലീഷിലുമാണ്. അതിന് നിങ്ങൾ നിങ്ങളായിട്ട് എഫേർട്ട് ഇടുക. കറണ്ട് അഫേഴ്സ് പഠിക്കുക, സ്റ്റാറ്റിക് GK കവർ ചെയ്യുക, ഇംഗ്ലീഷ് ഡെയിലി വൊക്കാബ്സ് പഠിച്ച് പോവുക. ആന്റണിയംസ്, സിനോണിയംസ്, ഇഡിയംസ്, ഫ്രേസസ് എന്നൊക്കെ പറഞ്ഞ് ഡെയിലി ഇത്ര വേർഡ്സ് വെച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ആ ഒരു രീതിയിൽ തന്നെ അതിനെ എന്ത് ചെയ്യുക, കാണുക. അപ്പൊ നിങ്ങളുടെ മാർക്ക് ഡിസൈഡ് ചെയ്യുന്ന എവിടെ നിന്നാണ്, ഈ പറയുന്ന 150 മാർക്കിൽ നിന്നാണ്. ഇതെന്താണ്, ക്വാളിഫയിങ് ആണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. ആകെ നിങ്ങൾ 2 സബ്ജക്റ്റാണ് മെയിൻ ആയിട്ട് നോക്കി പഠിക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. ഓക്കെ, ഇനി അടുത്ത SSCയുടെ GD എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വരുന്നത്, GDയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നെഗറ്റീവ് എന്ന് പറയുന്നത്, നെഗറ്റീവ് മാർക്കിംഗ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ എന്താണ്, പോസിറ്റീവ് മാർക്ക് 2 ആണ്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകുന്നത്. അതായത് 1/4 ആണ് നെഗറ്റീവ് വരുന്നത്. 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് പോകുന്നത്. അതാണ് അവിടുത്തെ മാർക്കിംഗ് സ്കീമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വിജയത്തിലേക്ക് എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോളൂ. അതായത് നിങ്ങൾ അറിയാതെ ഇപ്പം നെഗറ്റീവ് ആയിപ്പോയാലും നിങ്ങൾ ഇപ്പം എന്താണ്, കുറച്ച് 2-3 ക്വസ്റ്റ്യനെങ്കിൽ നമുക്ക് കറക്കി കുത്താനുള്ള ഒരു ടെൻഡൻസി കാണും. അത് ചിലപ്പോൾ ലക്കി പോലെ നമുക്ക് ചിലപ്പോൾ ജയിക്കാൻ പറ്റും. ആ ഒരു രീതിക്കാണ്. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു മാർക്കിംഗ് സ്കീമാണ് തന്നെ. അത് ഒരു ക്വസ്റ്റ്യന് 2 മാർക്കും അതേസമയം 4 ക്വസ്റ്റ്യൻ തെറ്റിയാലേ 1 മാർക്ക് പോകുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ. അപ്പം റീസണിങ്ങിന് 20 മാർക്ക്, എല്ലാത്തിനും ഈക്വൽ ആണ് കേട്ടോ. റീസണിങ്, ഇംഗ്ലീഷ്, മാത്സ്
അതുപോലെ GK, റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, GK, അതിനെല്ലാത്തിനും 20 വെച്ചിട്ട് മൊത്തം 80 ക്വസ്റ്റ്യൻസ് ആണ്. എത്ര ഇത് വെച്ച് 2 മാർക്ക് വെച്ച് 160 മാർക്കിന് ചോദിക്കുന്നത്. 160 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, 160. ഇതിന്റെ കട്ട് ഓഫ് ഒക്കെ വരുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഹാഫ് മേടിച്ചാലും മതി അല്ലെ. 80ഓളം മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങാൻ നോക്കുക. പക്ഷെ ലേഡീസിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ, വിമന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ചും കൂടെ മാർക്ക് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം 100+ ഉണ്ടെങ്കിൽ, കാരണം വിമൻസിന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്താണ് വാക്കൻസി കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ശ്രദ്ധിച്ച് വേണം മാർക്ക് മേടിക്കാനായിട്ട്. എന്തായാലും നിങ്ങൾക്ക് എന്ത് വേണം, ഇതിൽ 160ക്ക് നിങ്ങൾ 100+ എന്ന് പറഞ്ഞൊരു സ്കോർ മേടിക്കാൻ രീതിയിൽ വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനെന്താണ് അത്യാവശ്യം നല്ല മാർക്കിംഗ് സ്കീമാണ് വരുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK മാത്രം കവർ ചെയ്താൽ മതി. പിന്നെ വരുന്നത് എന്താണ്, ഹവൽദാറിന് വാക്കിംഗ് ആണെങ്കിൽ ഇവിടെ GDക്ക് വരുന്നത് റണ്ണിങ് ആണ്, റേസ് ആണ്. 5 കിലോമീറ്റർ 24 മിനിറ്റിനാണ് മെയിൽ കാൻഡിഡേറ്റ്സ്. ഫീമെയിലിനാകുമ്പോൾ 1.6 കിലോമീറ്റർ, അതായത് 1600 മീറ്റർ 8.5 മിനിറ്റിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 8.5 മിനിറ്റിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം GDയുടെ എക്സാം ക്വാളിഫൈ ചെയ്തതിന് ശേഷം ഉടനെ തന്നെ അടുത്ത ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടതായിട്ടുള്ള ഹൈറ്റ് റിക്വയർമെന്റ് ഉണ്ട്. നമ്മുടെ MTSനെ വെച്ച് നോക്കുമ്പോൾ GDക്ക് എന്തുണ്ട്, ഹൈറ്റ് റിക്വയർമെന്റ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. മെയിലിന് 170 ആണ് ഹൈറ്റ് പറയുന്നത്, ഫീമെയിലിന് 157 ആണ് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നിങ്ങളെ ഫിസിക്കൽ ഓടാനായിട്ട് സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ ആ ഫിസിക്കൽ മെഷർമെന്റ് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു എക്സാം വേണ്ടി എന്ത് ചെയ്യാത്തുള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാവൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത വർഷമാണ് എക്സാം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇനി ഒരു 3 മാസം 4 മാസം ഉണ്ടെന്നൊന്നും പറഞ്ഞിരിക്കരുത്. ഓരോ സമയം എന്താണ് വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഡിഫറൻസും സിമിലാരിറ്റീസും എല്ലാം മനസ്സിലാക്കി എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങളായിട്ട് ഡിസൈഡ് ചെയ്യണം. എങ്ങനെ പഠിച്ചാലാണ് ഞാൻ ആദ്യം തന്നെ ഒരു ജോലി വാങ്ങിക്കുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് വേണം നിങ്ങളുടെ ഓരോ ജോലിയിലേക്കുള്ള തുടക്കങ്ങൾ വരേണ്ടത്. എല്ലാ എക്സാമും പാസ്സാവണം എന്നത്, ഇപ്പോൾ എല്ലാ എക്സാമും എഴുതി ഫസ്റ്റ് ടൈം തന്നെ പാസ്സാവണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മളെ കൊണ്ട് നേടാൻ പറ്റുന്ന കാര്യമാണ്, എല്ലാവരും നേടുന്നതാണ്, നമുക്കും പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വർക്ക് സ്മാർട്ടായിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ കട്ടായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും എന്ത് ചെയ്യുക, ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. പഠിച്ചു തുടങ്ങുക, എന്തായാലും ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുക. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മുടെ ദിശ അക്കാഡമിയുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.